യേശയ്യ 11:12 പറയുന്നു, ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണിലും നിന്ന് ഒരുമിച്ച് കൂട്ടും. ഈ വചനം പൂർത്തീകരിച്ചുകൊണ്ട് യഹൂദർ ഈ നാളുകളിൽ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും തങ്ങളുടെ പൂർവികരുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഇസ്രായേലിലേക്കുള്ള മടങ്ങിവരവ് അഥവാ യഹൂദരുടെ ഭാഷയിൽ ആലിയ യുദ്ധത്തിനിടയിലും ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. 2025 മാത്രം 27,000 യഹൂദരാണ് ഇസ്രായേലിന്റെ മണ്ണിൽ എത്തിച്ചേർന്നത്. 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യത്തെ ആലിയ ഫ്ലൈറ്റ് 225 യഹൂദരുമായി കഴിഞ്ഞയാഴ്ച ഇസ്രായേലിന്റെ മണ്ണിലിറങ്ങിയപ്പോൾ വീണ്ടും അത് യഹൂദരെ പറ്റിയുള്ള പ്രവചന പൂർത്തീകരണത്തിന്റെ ഭാഗമാകുകയായിരുന്നു. ഇസ്രായേലിന്റെ മണ്ണിൽ ഒരു യഹൂദനും ശേഷിക്കരുത് എന്ന് റോമൻ ചക്രവർത്തി ഹാഡ്രിയാൻ 2-ാം നൂറ്റാണ്ടിൽ പുറപ്പെടുവിച്ച കൽപ്പന പ്രകാരം ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത വീണ്ടും തങ്ങളുടെ പിതൃദേശത്തേക്ക് മടങ്ങുക എന്നത് അസാധ്യമെന്ന് ലോകരാജ്യങ്ങൾ വിധിയെഴുതിയ ഒന്നായിരുന്നു. എന്നാൽ കർത്താവ് പ്രവാചകന്മാരിലൂടെ യഹൂദരുടെ ഇസ്രായേലിലേക്കുള്ള മടങ്ങിവരവ് പല പ്രാവശ്യം ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ള പോലെ യഹൂദരുടെ മടങ്ങിവരവ് നമ്മുടെ കൺമുന്നിൽ നിറവേറുകയാണ്. 125 കുട്ടികൾ ഉൾപ്പെടുന്ന 45 കുടുംബങ്ങളാണ് ഏറ്റവും പുതിയ ആലിയ ഫ്ലൈറ്റിൽ ഇസ്രായേലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 9 മാസം പ്രായമുള്ള ശിശു മുതൽ 72 വയസ്സുവരെയുള്ളവർ വലിയ ആഹ്ലാദ പ്രകടനങ്ങളോടെയും ഹറ്റീക്വ ദേശീയഗാനം ആലപിച്ചുമാണ് ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്തിയത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സാധാരണയായി രാജ്യം വിട്ട് പലായനം ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് ഭിന്നമായി യുദ്ധവേളയിലും ഇസ്രായേലിലേക്ക് ആവേശത്തോടെ മടങ്ങുന്ന യഹൂദരുടെ ചിത്രങ്ങൾ വൈറലാകുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.